പിതാവായ ദൈവമേ, ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. പുതുവർഷത്തെ സ്നേഹപൂർവ്വം സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന നവവത്സരത്തിലേക്ക് ആവശ്യമായ വരദാനങ്ങൾ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, ഈ നവവത്സരത്തിൻ്റെ പൊൻപുലരിയിൽ ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന തിരുവചനം യേശയ്യായുടെ പുസ്തകം 28-ാം അധ്യായം 11-ാം തിരുവാക്യം. കർത്താവ് നിന്നെ നിരന്തരമായി നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും, നിന്റെ അസ്ഥികളെ ഞാൻ ബലപ്പെടുത്തും, നനച്ചു വളർത്തിയൊരു പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെയാകും നീ. പ്രിയപ്പെട്ടവരെ, വളരെ ആശ്വാസദായകമായ ദൈവത്തിൻ്റെ സമ്മാനമാണ് നമ്മൾ കേട്ടത്. ദൈവം നിരന്തരമായി നമ്മെ നയിക്കും, മരുഭൂമിയിൽ നമുക്കെല്ലാവർക്കും സമൃദ്ധി നൽകും, തളരുന്ന അസ്ഥികൾക്ക് അവിടുന്ന് ബലം നൽകും. കർത്താവ് നനച്ചു വളർത്തുന്ന ഒരു പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെയാക്കും ഈ നവവത്സരത്തിൽ എന്ന് ദൈവമായ കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ചൈതന്യം ചോർന്നുപോയ നാളുകള്, അഭിഷേകം വറ്റിപ്പോയ കഴിഞ്ഞ വർഷം, കൃപകൾ വറ്റിപ്പോയിരിക്കുന്ന കാലഘട്ടങ്ങൾ ഇന്നലകളുടെ ഉച്ഛിഷ്ടങ്ങളിലല്ല പുതുവർഷം പണിയേണ്ടത്. പിന്നെയോ ദൈവമഹത്വം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന, അഭിഷേകം കരകവിഞ്ഞൊഴുകുന്ന, കൃപകൾ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന വചനത്തിൽ അധിഷ്ഠിതമായി, ഗൂദാശയിൽ അധിഷ്ഠിതമായ ഒരു പുതുജീവിതം നയിക്കുവാനാണ് നവവത്സരത്തിൽ ദൈവമായ കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. വചനം ശ്രവിക്കുമ്പോൾ പൈശാചിക ബന്ധനങ്ങൾ വിട്ടുപോകും. വചനം ശ്രവിക്കുമ്പോൾ അനുഗ്രഹത്തിന്റെ സമൃദ്ധി നമ്മിൽ വന്ന് നിറയും. വചനം ശ്രവിക്കുമ്പോൾ അത്ഭുതകരമായ വിധത്തിൽ രോഗികൾ സൗഖ്യം പ്രാപിക്കും. ഈ നവവത്സരത്തിന്റെ ഈ പുതുവർഷത്തിൽ പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങൾ, പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങളും പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ, ആഞ്ഞടിക്കുമ്പോൾ പ്രത്യാശയോടെ അഭിമുഖീകരിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ വചനം കൊണ്ട് നമ്മൾ നിറയണം. ഗൂദാശിയിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിന് സഹോദര സഹോദരി, നീ ഇപ്പോൾ തന്നെ തീരുമാനമെടുക്കുക. നിന്റെ നഷ്ടപ്പെട്ടു പോയ സമ്പത്തിനെ ഓർത്തോ, നിന്റെ നഷ്ടപ്പെട്ടു പോയ ജോലിയെ ഓർത്ത്, നിന്റെ നഷ്ടപ്പെട്ടു പോയ ആരോഗ്യത്തെ ഓർത്ത്, നിന്റെ നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ ഓർത്ത്, നിന്റെ നഷ്ടപ്പെട്ടു പോയ സന്തോഷങ്ങളെ ഓർത്ത്, നിന്റെ നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെ ഓർത്ത് നീ കുനിഞ്ഞ് തളർന്നിരിക്കാതെ ഉണരുക. ഉണർന്ന് വചനത്തിലേക്ക് വളരുക. ഗൂദാശയിലേക്ക് നിന്റെ ജീവിതത്തെ വിട്ടുകൊടുക്കുക. അതാണ് ഈ നവവത്സരത്തിൽ, ഈ പുതുവർഷത്തിന്റെ ഈ സുന്ദരമായ നിമിഷത്തിൽ ദൈവമായ കർത്താവ് ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളോടുമായിട്ട് പറയുന്നത്. വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എസെക്കിയേലിന്റെ പുസ്തകം 36-ാം അധ്യായത്തിൽ നമ്മോട് പറയുന്നു, നിങ്ങളുടെ മേൽ ഞാൻ ശുദ്ധജലം തെളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കും, ഞാൻ നിങ്ങളെ നിർമ്മലരാക്കും, ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും, ഒരു പുതിയ ചൈതന്യം ഞാൻ നിങ്ങളിൽ നിക്ഷേപിക്കും.
പ്രിയപ്പെട്ട മക്കളെ, ഒരു പുതിയ ഹൃദയം, പ്രാർത്ഥിക്കുന്ന ഒരു ഹൃദയം, സ്നേഹിക്കുന്ന ഒരു ഹൃദയം, ഒരു പുതിയ ഹൃദയം, കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു പുതിയ ഹൃദയം, ഒരു പുതിയ ചൈതന്യം ദൈവമായ കർത്താവ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേകം മക്കളിൽ കുത്തി നിറച്ചു തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞുപോയ കാലങ്ങളിലെ പഴുത്തു വീണ ഇലകളിലേക്ക് നോക്കിയിരിക്കാതെ ഓരോ പഴുത്ത ഇലയും താഴെ വീഴുമ്പോൾ ഒരു പുതിയ ഇല കുരുത്തു വരുന്നുണ്ട്. അത് കീഴോട്ട് നോക്കിയല്ല നിൽക്കുന്നത്, മറിച്ച് സ്വർഗത്തെ ലക്ഷ്യമാക്കിയാണ് ഓരോ പുതിയ നാമ്പുകളും വളരുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അനന്തമായ ശക്തിയോട് നമ്മൾ ഓരോരുത്തരും ചേർന്ന് നിന്നാൽ അനന്തമായ സാധ്യതകൾ ദൈവമായ കർത്താവ് നമുക്ക് തുറന്നു തരും. അനന്തമായ ശക്തിയുള്ള, അനന്തമായ കൃപകൾ തരുന്ന, അനന്തമായ അനുഗ്രഹം വർഷിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനോട് ആരൊക്കെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നുണ്ടോ അവർക്ക് അനന്തമായ സാധ്യതകൾ തുറന്നു കൊടുക്കുകയാണ്. നിന്റെ അടഞ്ഞുപോയ വഴികൾ, നിന്റെ പൂട്ടപ്പെട്ട കവാടങ്ങൾ ഇതാ ഈ പുതുവർഷത്തിൽ നിനക്ക് തുറന്നു തരികയാണ്. മറ്റുള്ളവർ എന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില നെഗറ്റീവായിരിക്കുന്ന ലേബലുകൾ, ഞാൻ തന്നെ എന്നെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന നെഗറ്റീവായിരിക്കുന്ന ലേബലുകൾ, അത് പൊളിച്ചു മാറ്റുക, എടുത്തു മാറ്റുക, ഒരു പോസിറ്റീവായി ചിന്തിക്കാൻ തുടങ്ങുക. ക്രിയാത്മകമായ വഴിധാരയിലേക്ക് കടന്നു വരുവാനായിട്ട് സഹോദര, നിന്നെയും നിന്റെ കുടുംബത്തെയും സ്ഥാപനത്തെയും ദൈവം ക്ഷണിക്കുകയാണ്. കഴിഞ്ഞുപോയ ഇന്നലകളെ മറക്കുക. ഇതാ നിന്റെ മുമ്പിൽ കരഗതമായിരിക്കുന്ന ഇന്ന് ജീവിക്കുക, യേശുവിനോടൊപ്പം ജീവിക്കുക. നിന്നെ നവചൈതന്യം കൊണ്ട് അവിടുന്ന് നിറച്ചു തരും. ഒരു പക്ഷേ പഠനത്തിൽ പരാജയപ്പെട്ടവർ ബിസിനസ്സിൽ വളരാൻ സാധിക്കും. ഒരു പക്ഷേ പഠനത്തിൽ വിജയിച്ചവർക്ക് ബിസിനസ്സിൽ തകർച്ച ഉണ്ടായേക്കാം. പരാജയമായിക്കൊള്ളട്ടെ, അപമാനമായിക്കൊള്ളട്ടെ, അവഗണനയായിക്കൊള്ളട്ടെ, ദാരിദ്ര്യമായിക്കൊള്ളട്ടെ, കണ്ണുനീരിന്റെ ചരിത്രമായിക്കൊള്ളട്ടെ, പരാജയത്തിന്റെ ചരിത്രമായിക്കൊള്ളട്ടെ, ഇതാ ദൈവം നിനക്ക് ഒരു പുതിയ വർഷം, ഒരു പുതിയ ചരിത്രം എഴുതി ചേർക്കുവാനായിട്ട് ദൈവമായ കർത്താവ് നമുക്ക് സമ്മാനിക്കുകയാണ്. പരാജയത്തിന്റെ ചാരത്തിൽ നിന്ന് വിജയത്തിലേക്ക് നീ ആഞ്ഞു കുതിക്കാൻ, പ്രത്യാശയുടെ മേഖലകളിലേക്ക് കടന്നു വരാൻ ദൈവമായ കർത്താവ് നമുക്കിതാ ഊർജം തന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരാജയത്തിന്റെ ചാരങ്ങൾ പറന്നുപോയി പ്രത്യാശയുടെ, പ്രതീക്ഷയുടെ വലിയ വലിയ അംശങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ എഴുതി ചേർത്ത് തന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലിനെ തൻ്റെ പിതാവ് വിഡ്ഢി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പരീക്ഷ പല പ്രാവശ്യം തോറ്റുപോയ ആളാണ്. ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ കൃപ വന്ന് നിറഞ്ഞപ്പോൾ ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയായി സ്ഥാനാരോഹണം ചെയ്യുകയാണ്. ഒരു കുഞ്ഞ് ജെറുസലേം വചന കൂടാരത്തിലെ ധ്യാനം ശ്രവിച്ചതിന് ശേഷം അപ്പന്റെ കൈക്ക് പിടിച്ച് പറഞ്ഞു, അപ്പാ നമുക്കൊന്ന് ധ്യാന മന്ദിരത്തിലേക്ക് പോകാം, നമ്മുടെ കുടുംബം ഒരുമിച്ചൊരു ധ്യാനത്തിൽ കൂടാ, നമുക്ക് ഇതുപോലെ പോയാൽ പോരാ, നമുക്ക് യേശുവിന്റെ പ്രിയപ്പെട്ട കുടുംബമായി തീരണം, ഒരു തിരുക്കുടുംബമായി തീരണമെന്ന്. കഴിഞ്ഞ മാസത്തിലെ ധ്യാനത്തിൽ വന്നിട്ട് അപ്പൻ പറയാണ്, എൻ്റെ കൊച്ചുമോളുടെ വാക്ക് കേട്ടിട്ടാണ് ഇന്ന് ഞാനും എൻ്റെ കുടുംബവും ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഡെമാസ്കസിന്റെ വഴിത്താരയിൽ വെച്ച് സൗൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീണു. അവനോട് ചോദിച്ചു,
സാവൂൾ, സാവൂൾ, നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത്? സാവൂൾ ചോദിച്ചു, അങ്ങ് ആരാണ്? അവിടുന്ന് പറഞ്ഞു, നീ പീഡിപ്പിക്കുന്ന നസ്രായനായ യേശുവാണ് ഞാൻ. ഇതാ പ്രിയപ്പെട്ടവരെ, സാവൂൾ പൗലോസായി മാറിയ ഒരു സുന്ദരമായ രംഗമാണ് നമ്മൾ ശ്രവിച്ചത്. ഇന്ന് ഈ സമൂഹത്തിൽ ഷാലോൺ ടിവിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് വചനം ശ്രവിക്കുന്ന ആരെങ്കിലും കരിക്കട്ട പോലെയുള്ള ജീവിതം നയിക്കുന്നവരുണ്ടാകാം, തകർന്നടിച്ച ജീവിതം ഉണ്ടായിരിക്കാം. എന്നാൽ ദൈവമായ കർത്താവ് പറയുന്നു, പാപത്തിന്റെ മേഖലകളെ വിട്ടുപേക്ഷിച്ചുകൊണ്ട് പരിത്യാഗത്തിലേക്ക്, ഉപവാസത്തിലേക്ക്, ദാനധർമ്മത്തിലേക്ക് ഈശോ നിന്നെ ക്ഷണിക്കുകയാണ്. ഈ നവവത്സരത്തിൽ ഈശോ പറയുന്നു, ക്ഷമിക്കാൻ പറ്റാത്ത ഒരു പാപവും എനിക്കില്ല. നിന്റെ ഘോരമായ പാപങ്ങൾ എൻ്റെ രക്തക്കറയിൽ കഴുകി ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടിവിയുടെ മുമ്പിൽ നിന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ഈ നവവത്സരത്തിൽ ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന വേളയിൽ അവിടുന്ന് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന സന്ദേശം ഇതാണ്. ഒന്ന്, ഈ നവവത്സരത്തിൽ ഈശോ നമ്മോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. 2017 ജീവിതം എത്ര മോശകരമാണെങ്കിലും, എത്ര ജഡികമാണെങ്കിലും, എത്രയും പരാജയപ്പെട്ടതാണെങ്കിലും ദൈവമായ കർത്താവ് പറയുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ നവവത്സരത്തിൽ ഇതിന്റെ മാറ്റൊലി എന്റെ ഹൃദയത്തിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ലക്ഷോപലക്ഷം ദൈവജനങ്ങളിലും മാറ്റൊലി കൊള്ളട്ടെ. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു, യോശുവ, നിന്റെ ആയുഷ്കാലത്തിൽ ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കുവാൻ സാധ്യമല്ല. മൂശയോട് എന്നതുപോലെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ നവവത്സരത്തിൽ ഈ സന്ദേശം നമ്മുടെ ഹൃദയത്തിൽ അടിച്ചു കയറട്ടെ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പല കാര്യങ്ങളിലും ഭയപ്പെട്ട്, ജീവിതത്തെ ഭയപ്പെട്ട്, ആരോഗ്യത്തെ ഭയപ്പെട്ട് ഒക്കെ വിഷമിച്ചിരിക്കുന്ന സർവ മക്കളോടുമായിട്ട് ഈ നവവത്സരത്തിൽ ഒന്നാമതായി ഈശോ പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. 2, സ്നേഹത്തിന്റെ ഒരു മനുഷ്യനായി തീരുക. ഒരു പക്ഷേ പലതരത്തിലും മുറിവേറ്റ മക്കൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുണ്ടാകാം. ദൈവമായ കർത്താവ് പറയുന്നു, സ്നേഹത്തിന്റെ സുവിശേഷമായിരിക്കുന്ന പൗലോസ് ശ്ലീഹായുടെ കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഈശോ നമ്മോട് പറയുന്നു, ഞാൻ മനുഷ്യരുടെയും ദൈവത്തിന്റെയും ഭാഷകളിൽ സംസാരിച്ചാലും എന്നിൽ സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്കലയോ ചിലമ്പുന്ന കൈത്താളമോ ആയിരിക്കും. എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്കലയോ ചിലമ്പുന്ന കൈത്താളമോ ആയിരിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു കുഞ്ഞായാലും, ഒരു യുവാവായാലും, ഒരു ദമ്പതിയായാലും, ഒരു പുരോഹിതനായാലും, ഒരു സിസ്റ്റർ ആയാലും, ഏത് ജീവിത അവസ്ഥയിൽപ്പെട്ടവരാണെങ്കിലും പ്രിയപ്പെട്ടവരെ, സ്നേഹം നമ്മുടെ മുഖമുദ്രയായി മാറട്ടെ. സാധാരണമായ സ്നേഹത്തിൽ നിന്ന് അല്പകൂടി കവിഞ്ഞ്, അല്പകൂടി വളർന്ന് മേൽത്തരം സ്നേഹം കൊടുക്കുന്ന 2018 മേൽത്തരം സ്നേഹം കൊടുക്കുന്ന ഒരു ജീവിതമായി തീരട്ടെ. മിത്രങ്ങളെ മാത്രമല്ല, ശത്രുക്കളെയും പോലെ സ്നേഹിക്കുന്ന ഒരു മേൽത്തര സ്നേഹത്തിലേക്ക് വളരുവാൻ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. ഒരു പക്ഷേ ഞാൻ സ്നേഹിച്ചിട്ട് എനിക്ക് സ്നേഹം കിട്ടാതെ വേദനിക്കുന്ന മക്കൾ ഈ സമൂഹത്തിലുണ്ടാകാം. നിന്റെ കുടുംബത്തിലോ സമൂഹത്തിലോ സ്നേഹം നിഷേധിക്കപ്പെട്ട വ്യക്തിയാണെങ്കിലും ദൈവമായ കർത്താവ് ഈ നവവത്സരത്തിൽ നിന്നോട് പറയുന്നു, സ്നേഹത്തിന്റെ ഒരു മനുഷ്യനായി തീരുവാനായിട്ട്. 3-ാമത്തെ സന്ദേശം, സഹനത്തിന്റെ മനുഷ്യനായി തീരുക. പ്രിയപ്പെട്ടവരെ, എവിടെ സഹനമുണ്ടോ അവിടെയാണ് അനുഗ്രഹം ഉണ്ടായിത്തീരുന്നത്. എവിടെ സഹനമുണ്ടോ അവിടെ ദൈവത്തിന്റെ കരമുണ്ട്.
ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, നമുക്കുണ്ടാകുന്ന എല്ലാ കുരിശിന്റെ പിറകിൽ ഒരു ക്രൂശിതനുണ്ട് എന്ന് ചിന്തിക്കാനായിട്ട് ഈ നവവത്സരത്തിൽ ശാലോം ടിവിയുടെ മുമ്പിലിരുന്ന് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന സർവർക്കും അനുഗ്രഹം കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. 115 സങ്കീർത്തനം 12 വാക്യത്തിൽ നാം വായിക്കുന്നു, കർത്താവിന് നമ്മെ കുറിച്ച് വിചാരമുണ്ട്. നമ്മുടെ രോഗങ്ങളെ കുറിച്ച്, നമ്മുടെ കഷ്ടപ്പാടുകളെ കുറിച്ച്, തീരാവ്യാധികളെ കുറിച്ച്, പാപകരമായ അവസ്ഥയെ കുറിച്ച് കർത്താവിന് വിചാരമുണ്ട്. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. അതല്ലേ പൗലോസ്ലീഹ പറയുന്നത്, വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ, വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടപ്പാടുകൾ തുലോം നിസാരമായി ഞാൻ കരുതുന്നു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ നവവത്സരത്തിന്റെ ഈ ആദ്യ ദിനങ്ങളിൽ ദൈവമായ കർത്താവ് പറയുന്നു, നിന്റെ മുമ്പിലേക്ക് ഒരുപക്ഷെ നിന്നെ തളർത്തുന്ന ചിന്തകളുമായി, നിന്നെ പിന്നിലേക്ക് പിടിച്ചു വലിക്കുന്ന ചാലക ശക്തിയായി വ്യക്തികളോ ആശയങ്ങളോ കടന്നു വരുമ്പോൾ മറക്കരുത്, ഞാൻ സഹനത്തിന്റെ ഒരു മനുഷ്യനായി മാറും. എനിക്ക് വേണ്ടി പീഡ സഹിച്ച യേശുവിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ ഒരു സഹനത്തിന്റെ മനുഷ്യനായി മാറും. വിശുദ്ധ ഫൗസ്റ്റീന ഒരു ശ്വാസകോശ രോഗിയായിരുന്നു. വിശുദ്ധ ഇഗ്നേഷ്യസ് ലിയോള പല പ്രാവശ്യങ്ങൾ അന്യായമായിട്ട് ജയിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. വിശുദ്ധ മാർട്ടിൻ പോറസ് പലപ്പോഴും കളിയാക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഡോൺ ബോസ്കോയെ പലപ്പോഴും ഭ്രാന്തൻ എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. അവരൊന്നും തളർന്നു പോയില്ല. അവർ നോക്കിയത് അവരെ കളിയാക്കിയവരിലേക്കോ കുറ്റപ്പെടുത്തിയവരിലേക്കോ വിധിച്ചവരിലേക്കല്ല, ആ വിധിയും അവയും കൽപ്പിച്ചരുളിയ നിത്യസ്വരൂപനായ ദൈവത്തിന്റെ മുമ്പിലേക്കാണ് അവർ ദൃഷ്ടികൾ ഉയർത്തിയത്. തന്നെ മുറിപ്പെടുത്തിയവരിലേക്കല്ല നോക്കിയത്, മുറിവേറ്റ ക്രിസ്തുവിലേക്കാണ് അവർ നോക്കിയത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഈ നവവത്സരത്തിൽ ഞാനും എൻ്റെ പ്രിയപ്പെട്ടവരും സഹനത്തിനൊരു മനുഷ്യനായി തീരുമെന്ന് തീരുമാനിക്കുക. നാലാമതായി, സംരക്ഷണത്തിന്റെ ഒരു മനുഷ്യനായി നീ മാറണം. ദൈവപരിപാലനയിൽ വിശ്വസിക്കുന്ന മനുഷ്യനായി മാറണം. ഈശോ പറഞ്ഞില്ലേ, ആകാശത്തിലെ പക്ഷികളെ നോക്കുക, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല, എങ്കിലും സർവശക്തനായ ദൈവം അവയെ തീറ്റിപ്പോറ്റുന്നു. നീ നിന്നെ തന്നെ സംരക്ഷിച്ചാൽ മാത്രം പോരാ, നിന്നിലുള്ള നന്മകൾ മാത്രം സംരക്ഷിച്ചാൽ പോരാ. നിന്റെ ചുറ്റുവട്ടത്ത്, നിന്റെ അയൽവാസികളിൽ, നീ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ അവരിലുള്ള നന്മകൾ കാത്തു സംരക്ഷിക്കാൻ നീയും കൂടി സഹായിക്കണം. ഒരു സംരക്ഷണത്തിന്റെ വേലി നിനക്ക് മാത്രം കിട്ടിയാൽ പോരാ, നീയുമായി സമ്പർക്കത്തിൽ കഴിയുന്ന എല്ലാവർക്കും ഈ സംരക്ഷണ വേലി കെട്ടാൻ സഹോദര സഹോദരി നീ പരിശ്രമിക്കാനായിട്ട് ദൈവമായ കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. അവസാനമായി ഒരു സന്ദേശം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും സന്തോഷത്തിന്റെ മനുഷ്യനായി തീരുക. എൻ്റെ സാന്നിധ്യം കൊണ്ട്, എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഞാൻ വ്യാപരിക്കുന്ന സ്ഥലങ്ങളിൽ സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ വലിയ വക്താവായി തീരാനായിട്ട് ഈ നവവത്സരത്തിൽ ദൈവമായ കർത്താവ് നമ്മോട് പറയുന്നുണ്ട്. ലൂക്കയുടെ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, സകല ജനത്തിനും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. ഇതാണ് സന്തോഷത്തിന്റെ വാർത്ത. ഈ നവവത്സരത്തിൽ ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഹൃദയത്തിൽ, ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷോപലക്ഷം ദൈവമക്കളുടെ ഹൃദയത്തിൽ, അവിടെ വ്യാപാരങ്ങളിൽ, അവിടെ പ്രവൃത്തി സ്ഥലങ്ങളിൽ യേശു അവതീർണനായി തീരാൻ ഈ നവവത്സരത്തിൽ ദൈവമായ കർത്താവ് നമ്മെ നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലേ പരിശുദ്ധ അമ്മ പറഞ്ഞത്,
എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്നാണ്. രക്ഷ യേശുവിന് മാത്രമേ നമുക്ക് കിട്ടൂ. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രവൃത്തി മണ്ഡലങ്ങളിലും യേശുവിന് ജനിക്കാൻ, യേശുവിന് വളരാൻ, യേശുവിന് മരിച്ചു ഉയർക്കാൻ നിന്റെ ഹൃദയം ഒരു ബലിപീഠം പോലെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കുക. പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമ്മോട് പറയുകയാണ്, നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, എല്ലാ കാര്യങ്ങൾക്കും നന്ദി പ്രകാശിപ്പിക്കുവിൻ, നിരന്തരമായി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, എല്ലാ കാര്യങ്ങൾക്കും നന്ദി പ്രകാശിപ്പിക്കുവിൻ, നിങ്ങൾ നിരന്തരമായി മടുപ്പില്ലാതെ പ്രാർത്ഥിക്കുവിൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്ത വചനങ്ങൾ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ സ്നേഹത്തിനൊരു മനുഷ്യനായി തീരുക, നീ സഹനത്തിന്റെ ഒരു മനുഷ്യനായി മാറുക, ഒരു സംരക്ഷണത്തിന് വേലി കെട്ടുന്ന വ്യക്തിയായി മാറുക, സന്തോഷത്തിന്റെ മനുഷ്യനായി തീരുക. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് കരങ്ങൾ കൂപ്പാം, ദൈവസന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാം. ദൈവമായ കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും ഞാൻ നിനക്ക് സമൃദ്ധി നൽകും, നിന്റെ അസ്ഥികളെ ഞാൻ ബലപ്പെടുത്തും, നനച്ചു വളർത്തിയ ഒരു പൂന്തോട്ടമാക്കി, ഒരിക്കലും വറ്റാത്ത ഒരു നീരുറവയാക്കി കർത്താവ് നിന്നെ രൂപാന്തരം പ്രാപിപ്പിക്കും. പ്രിയപ്പെട്ട മക്കളെ, ഇതാ നിന്റെ പക്കലേക്ക് കടന്നു വരുന്ന യേശു സാന്നിധ്യം നീ അനുസ്മരിക്കണം. നമ്മെ പിടിച്ച് നന്മയുടെ വക്താക്കളാക്കി തീർക്കുവാൻ ഈ നവവത്സരത്തിൽ എന്നെയും നിന്നെയും നിർബന്ധിക്കുകയാണ്. ഈശോ പറയുന്നു, നിനക്ക് തോൽവികൾ ഉണ്ടാകുകയില്ല, നിന്റെ തോൽവികൾ, നിന്റെ പരാജയങ്ങൾ വിജയത്തിലേക്കുള്ള കൽപ്പടകളായി മാറും. നിന്റെ വിദ്വേഷത്തിന്റെ വാക്കുകൾ സ്നേഹത്തിന്റെ പ്രതീകങ്ങളായി ഞാൻ രൂപാന്തരപ്പെടുത്തും. നിന്റെ സഹനത്തിന്റെ വേളകളിൽ എരിയുന്ന തീച്ചുളയെന്ന് പോലും രക്ഷിക്കാൻ കഴിവുള്ളവനാണ് ഞാനെന്ന് ഈ വർഷം നിനക്ക് ബോധ്യങ്ങൾ തരും. നിന്റെ ദുഃഖത്തിന്റെ നടുവിൽ സന്തോഷത്തിന്റെ പുഞ്ചിരിയുമായിട്ട് നിന്റെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് സർവ മക്കൾക്കും സന്തോഷം വാരി വിതറുന്ന ഒരു സ്നേഹത്തിന്റെ നിറകുടമായി ദൈവമായ കർത്താവ് നിന്നെ രൂപാന്തരപ്പെടുത്തും. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ നിൽക്കാം. സാധിക്കുന്നവർ മുട്ടുകൾ കുത്തി എന്ന് പ്രാർത്ഥിക്കാം. ഈ നവവത്സരത്തിൽ ദൈവമായ കർത്താവ് പറയുന്നു, മോനെ മോളെ, ഞാൻ നിന്നെ നയിക്കും, ഞാൻ നിന്നെ നിരന്തരം നയിക്കും, ആയുഷ്കാലത്തിൽ ഒരിക്കലും നിനക്ക് പരാജയം ഉണ്ടാകില്ല. കാരണം ദൈവമായ കർത്താവ് നമ്മുടെ ഓരോരുത്തരെയും കൂടെയുണ്ട്. കരങ്ങൾ കൂപ്പുന്നു, കണ്ണുകൾ അടയ്ക്കുന്നു. നല്ല ദൈവമേ, ഈ നവവത്സരത്തിന്റെ സന്ദേശം ശപിച്ചുകൊണ്ടിരുന്ന സർവ മക്കളിലേക്കും നിന്റെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. അനന്തശക്തിയുള്ള പരിശുദ്ധാത്മയോട് ചേർന്ന് നിന്നുകൊണ്ട് അനന്തമായ സാധ്യതകളിലേക്ക് ഞങ്ങളെ ഉയർത്തണമേ. ഇപ്പോൾ മുട്ടുകൾ കുത്തി കരങ്ങൾ കൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളിലേക്കും അവരുടെ എല്ലാ മേഖലകളിലേക്കും ഒരു പുതിയ ചൈതന്യം, ഒരു പുതിയ കൃപ, ഒരു പുതിയ അഭിഷേകം നൽകി ഈ വർഷം മുഴുവനും ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, ഞങ്ങളുടെ കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.